എല്ലാവർക്കും നമസ്കാരം. ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുണ്ടാകുന്ന സാമാന്യമായ ഫലങ്ങളും അവരുടെ ഭാഗ്യവർദ്ധനവിന് അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അതുപോലെ തന്നെ അവരുടെ അനിഷ്ടപ്രദമായ ദശകളിൽ ചെയ്യേണ്ടതായ ദോഷപരിഹാര കർമ്മങ്ങളും ഒക്കെയാണ് ഈ വീഡിയോകളിലൂടെ പറയുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ചിത്ര നക്ഷത്ര ജാതരുടെ ഫലമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. 2026 ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ട് ചാരവശാൽ ഇവർക്കുണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയും പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യം, ആകർഷകമായ കണ്ണുകൾ എന്നിവയുള്ളവരും കലയിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ആഡംബരങ്ങൾ, വാഹനങ്ങൾ, നിറപ്പകിട്ടുകൾ തുടങ്ങിയവയിൽ താല്പര്യമുള്ള ഇവർ വലിയ ഉത്സാഹശാലികളായിരിക്കും. ഇവരിൽ പലർക്കും വിദേശവാസത്തിലൂടെയാണ് ഭാഗ്യം സിദ്ധിക്കുന്നതെന്ന് അറിയുക. പിതാവിനേക്കാൾ മാതാവിൽ നിന്നുമാണ് ഇവർക്ക് കൂടുതൽ ആനുകൂല്യം സിദ്ധിക്കുക. സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടായിരിക്കും. ദയാലുക്കളായ ഇവർ പ്രിയപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതിനും തയ്യാറാവും. ജീവിതത്തിൻ്റെ ഉത്തരാർദ്ധമാണ് ഇവർക്ക് കൂടുതൽ അനുകൂലം. പലരും ജനിച്ച വീട് വെടിഞ്ഞ് താമസിക്കുകയും ചെയ്യും. പൊതുവെ എല്ലാവരോടും നന്നായി പെരുമാറുന്നവരാവും ഇവർ. വീടും പരിസരവും വൃത്തിയായി വയ്ക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും. അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യം നേടുന്നതിൽ സമർത്ഥരാണിവർ. വസ്തുതകൾ ശേഖരിച്ചു വെച്ച് മറ്റുള്ളവരെ കാണിക്കുന്നതിലും അരങ്ങത്ത് വിളങ്ങുന്നതിലും ഇവർക്ക് നൈപുണ്യമുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് ഉൾവിളി അനുഭവപ്പെട്ടു എന്ന് വരും. 40കൾക്ക് ശേഷം ഇവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല ക്ലേശങ്ങളും വിവാഹ ജീവിതത്തിൽ വന്നുകൂടുന്നതായി കാണാറുണ്ട്. എങ്കിലും അവരുടെ ജീവിതം ഐശ്വര്യപ്രദമായിരിക്കും. ഇവരുടെ മനസ്സ് ഭർത്താവിന് പോലും ഇവർ വെളിപ്പെടുത്തുകയുമില്ല. ദാമ്പത്യത്തിന് താമസം നേരിടുകയോ ചില വിഷമതകൾ വന്നുപെടുകയോ ചെയ്യുന്നത് അപൂർവമല്ല. ഇടുപ്പ് വേദന, വൃക്കരോഗം, അപ്പൻഡിറ്റിസ്, ഗർഭാശയ രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ എന്നിവയ്ക്ക് എളുപ്പം വിധേയരാകുന്നതാണ് ഇക്കൂട്ടർ. നിയമം, പോലീസ്, പട്ടാളം, ഫാക്ടറി, കരകൗശലം, സർക്കാർ ജോലി എന്നിവയിലൊക്കെ ഇവർ ശോഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. ചിത്ര നക്ഷത്രത്തിൻ്റെ മൃഗം ആൾപുലിയാണ്. വൃക്ഷം കൂവളം, ഗണം അസുരഗണം, യോനി സ്ത്രീ യോനി, പക്ഷി കാക്ക, പഞ്ചഭൂതം അഗ്നി. നക്ഷത്രദേവത തൃഷ്ടാവ്. നക്ഷത്രരൂപം മുത്ത്. നക്ഷത്രാധിപൻ ചൊവ്വ. ഇനിയും ഒന്നറിയേണ്ടത്, ചിത്ര ആദ്യ പകുതിയിൽ ജനിക്കുന്നവർ കന്നിക്കൂറിലും പിന്നെ ചിത്ര അവസാന പകുതിയിൽ ജനിക്കുന്നവർ തുലാക്കൂറിലുമായിട്ടായിരിക്കും ജനനം. ഈ നക്ഷത്രക്കാർക്ക് വിശാഖം, കേട്ട, പൂരാടം എന്നീ നക്ഷത്രങ്ങൾ അശുഭമാണ്. ചിത്തിര ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നിവയും രണ്ടാം പകുതിയിൽ ജനിച്ചവർക്ക് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം ആദ്യ പകുതിയും എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ചിത്തിര, അവിട്ടം, മകയിരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക. ചിത്ര നക്ഷത്രജാതരുടെ ദശാഫലം കൂടി ചിന്തിക്കാം. അപ്പോൾ ഇവരുടെ ജനനം കുജൻ്റെ ദശയിലാണ്, അതായത് ചൊവ്വാദശയിൽ. അപ്പോൾ ചൊവ്വാദശ 7 വർഷമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്. ഇതിൽ ഈ 7 വർഷകാലത്തിൽ അവരുടെ ജനന സമയം ചന്ദ്രൻ ചിത്ര നക്ഷത്രത്തിൽ എത്ര ചെന്നു എന്ന് കണ്ടറിഞ്ഞ് വേണം ഈ ഒരു കുജദശ എത്രയാണ് ജീവിതകാലം അനുഭവിക്കേണ്ടതെന്ന് മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ കുജദശയിൽ കുജൻ ഓജരാശിയിലാണ് ജനനസമയം നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ഭജനമാണ് വേണ്ടത്. യുഗ്മരാശിയിലാണെങ്കിൽ ദേവീ ഭജനവുമാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ കുജൻ നിൽക്കുന്ന രാശിയുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടും കുജൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി കുജനെ ചൊവ്വയെ പ്രീതിപ്പെടുത്തുവാനാണ് ശ്രമിക്കേണ്ടത്. പിന്നെ ഇനി രാഹു ഒരു 18 വർഷകാലമാണ് അനുഭവിക്കേണ്ടത്. അതായത് കുജദശ കഴിഞ്ഞുള്ള 18 വർഷകാലം രാഹുദശയാണ്. രാഹു പ്രീതിക്കായിട്ട് നാഗക്ഷേത്ര പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിലാണ് വഴിപാടുകളൊക്കെ നടത്തി രാഹുവിനെ പ്രീതിപ്പെടുത്തുക. അതായത് ഇവർക്കൊരു നല്ല പ്രായമാണ്, വിവാഹപ്രായവും ഉദ്യോഗം കിട്ടേണ്ട പ്രായവും ഒക്കെയാണ് ഈ രാഹു ദശ അനുഭവിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാഭ്യാസപരമായ ഉന്നതിയുമൊക്കെ വേണമല്ലോ ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നത് ഈ ചിത്ര നക്ഷത്രജാതരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമാണ്. രാഹു അനിഷ്ടസ്ഥാനത്തൊക്കെ ആണെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞ പ്രകാരം നാഗക്ഷേത്രങ്ങളിൽ വേണ്ട വഴിപാടുകൾ നിർബന്ധമായും നടത്തേണ്ടതുണ്ട്.
പിന്നെ ഇനി ഒഴിവുള്ളൊരു 16 വർഷക്കാലം വ്യാഴദശയാണ്. വ്യാഴദശയും ഇവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വർഷങ്ങൾ തന്നെയാണല്ലോ രാഹുദശ ഈ വ്യാഴദശയും അനുഭവിക്കേണ്ടത്. അപ്പം വ്യാഴത്തിൻ്റെ സ്ഥിതിയുമൊക്കെ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഗുരു അനിഷ്ടസ്ഥനാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊള്ളണം. അതായത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ നടത്തേണ്ടതുണ്ട്. പിന്നെയുള്ളൊരു 19 വർഷക്കാലം ശനിദശയാണ്. ശനിയുടെയും ഇഷ്ടഭാവസ്ഥിതിയാണോ അനിഷ്ടഭാവസ്ഥിതിയാണോ എന്നൊക്കെ മനസ്സിലാക്കി ശനി പ്രീതികരങ്ങളായ വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളുമൊക്കെ നടത്തിക്കൊള്ളുക. ശനിക്ക് ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും ഹനുമാൻ ക്ഷേത്ര ദർശനവുമൊക്കെയാണ് വിധിച്ചിട്ടുള്ളത്. പിന്നെ ഒരു 17 വർഷക്കാലം ബുധദശയാണ്. ബുധദശയിൽ അവതാര വിഷ്ണുവിനെയും ഒക്കെയാണ് ഭജിക്കേണ്ടത്. പിന്നെ ഒരു 7 വർഷക്കാലം കേതുദശയാണ്. കേതുവിനെ അനുകൂലമാക്കുവാനായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. അതിന് ദുർഗാക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഗണപതിക്കുമൊക്കെയാണ് ഭജന നടത്തേണ്ടത് ആ ഒരു കാലയളവിൽ. പിന്നെയുള്ള ശുക്രദശ കാലം 20 വർഷകാലമാണ്. രാശിസ്ഥിതിയുമൊക്കെ മനസ്സിലാക്കി ശുക്രപ്രീതികരമായ വഴിപാടുകളൊക്കെ നടത്തിക്കൊള്ളുക. പിന്നെ ആദിത്യദശയാണ്. ആദിത്യൻ 6 വർഷകാലം. ആദിത്യന് ശിവക്ഷേത്രങ്ങളിലൊക്കെയാണ് ദർശനം നടത്തേണ്ടതും വേണ്ട വഴിപാടുകളൊക്കെ നടത്തേണ്ടതും. പിന്നെയുള്ളൊരു 10 വർഷകാലം ചന്ദ്രദശയാണ്. ഇത് 120 വർഷം വരെയുള്ളൊരു മനുഷ്യൻ്റെ ആയുസിൻ്റെ പരമായുസിൻ്റെ കാലമാണ് ഈ ഒരു ദശകളൊക്കെ അനുഭവിക്കുന്നത്. മനുഷ്യൻ്റെ ആയുസ് എത്ര നിന്ന് മനസ്സിലാക്കി വേണം ദശാകാലം ചിന്തിക്കുവാൻ. ഇനി നമുക്ക് ചിത്തിര നക്ഷത്ര ജാതകർക്ക് 2026 പുതുവർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിത്തിര നക്ഷത്ര ജാതകരെ ചിന്തിക്കുമ്പോൾ ഇവർ 2 കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകരായതിനാൽ തന്നെ, അതായത് ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിൽപ്പെട്ടതും പിന്നെയുള്ള പകുതി തുലാക്കൂറിൽപ്പെട്ടതുമായിട്ടുള്ള നക്ഷത്രമാണ്. എന്നാൽ തന്നെ കന്നിക്കൂറിൽപ്പെട്ട ഉള്ളവരുടെ ആ ഒരു വർഷഫലമായിരിക്കുകയില്ല തുലാക്കൂറിൽപ്പെട്ട നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ശനി, അതായത് നമ്മളൊരു വർഷഫലം ചിന്തിക്കുമ്പോൾ ശനിയുടെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ സ്ഥിതിയുമാണ് പ്രധാനമായും ചിന്തിക്കുന്നത്. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിന്നുകൊണ്ട് ഓരോ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നത്. ശനിയുടെ സ്വാധീനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു വർഷഫലം ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകരെ ചിന്തിച്ചാൽ അവർക്കിപ്പോൾ അവരുടെ 7ാം ഇടത്താണ് ശനി, അതായത് കണ്ടകശനിയാണ് അവർക്ക്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവരുടെ പങ്കാളികൾക്കും അവരുമായി ബന്ധപ്പെടുന്ന ബിസിനസ് പങ്കാളികൾക്കും ജീവിത പങ്കാളികൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നിവൃത്തി കാര്യങ്ങളിലെല്ലാം അവർക്ക് ചില തിക്താനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. എന്നിരുന്നാലും എന്നാൽ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 6ലാണ് ശനി. 6ലെ ശനി അവർക്ക് സത്ഫലങ്ങളൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്. ശത്രുക്കളിൽ നിന്നുമൊക്കെ ജയവും ഉള്ള നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലായിരിക്കും ഈ ഒരു ഫലചിന്ത വരുന്നതെന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ കന്നിക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് ചിന്തിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടകശനിയാണ്. അപ്പോൾ ശനിദോഷ നിവാരണം പൂജകളൊക്കെ നടത്തിക്കൊള്ളണം. ശാസ്താക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച തോറും ദർശനം നടത്തുകയോ ഹനുമാൻ സ്വാമിയെ ദർശിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശനിദോഷത്തിൽ നിന്നൊക്കെ നിവാരണം കിട്ടുവാൻ പ്രാപ്തമാണ്. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്ക് വ്യാഴം 10ലാണ്, കർമ്മവ്യാഴമാണ്. ചില ദോഷങ്ങൾ വരുത്തുവാനുള്ള സാധ്യത കർമ്മരംഗത്തുണ്ടാകും എന്നറിയുക. അപ്പോൾ ഈ കർമ്മവ്യാഴൻ്റെ ദോഷം നീക്കാനും ശുഭഫലം പ്രദാനം ചെയ്യാനും ശക്തനാക്കാനും ദിവസവും വ്യാഴൻ്റെ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. വ്യാഴാഴ്ച ശ്രീകൃഷ്ണക്ഷേത്ര ദർശനവും പാൽപ്പായസ നിവേദ്യവുമൊക്കെ നടത്തിയാൽ വിഷ്ണു പ്രീതി ലഭിക്കും. അഗതിക്ക് നിശ്ചയമായിട്ടും ദാനം ചെയ്യണം. ദിവസവും വിഷ്ണു സ്തോത്രം ജപിച്ചാൽ ഈ ഒരു 6 മാസക്കാലമാണ് ഈ ഒരു കർമ്മവ്യാഴമുള്ളത്. ആ ഒരു വർഷത്തെ ആ ഒരു 6 മാസക്കാലത്തെ ദോഷങ്ങളൊക്കെ നീങ്ങി വരുന്ന 11ലോട്ട് വ്യാഴം നീങ്ങുന്ന സമയം വളരെ ആഡംബരത്തോടെ ജീവിക്കുവാനുമാകും. അതുവരെ ഈ പുതിയ സംരംഭങ്ങളൊക്കെ കുറയ്ക്കണം. എന്തെന്നാൽ ഒരു കണ്ടകവ്യാഴവും കണ്ടകശനിയുമൊക്കെ ഇവർക്ക് ജൂൺ വരെ അനുകൂലമല്ല. എന്നാൽ ജൂണിന് ശേഷമുള്ള കാലം, ജൂൺ 3-ാം തീയതിക്ക് ശേഷമുള്ളൊരു കാലം ഇവർക്ക് വളരെ അനുകൂലമായിട്ട് തന്നെ വരും. ആ ഒരു സമയത്ത് വേണം ഇവരുടെ ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. വിദേശയാത്രയും ദൂരദേശ യാത്രയും ഒക്കെ അപ്പോൾ തരപ്പെടും. പിന്നെ വിവാഹ തടസ്സവും കുറയും.
പിന്നെയുള്ള ജൂൺ തൊട്ടുള്ള ഒരു വർഷകാലം അവർക്ക് അനുകൂലമാണെന്നറിയണം. വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനാകും. യാത്ര കൊണ്ട് നേട്ടം, മനസ്സ് പ്രണയാർദ്രമാകും. പിന്നെ വ്യക്തിബന്ധങ്ങളൊക്കെ ഊഷ്മളവുമാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. അങ്ങനെ അപ്പോൾ അതിൽ ബിസിനസ്സിലൊക്കെ നേട്ടമുണ്ടാക്കാനും നന്നായി പണം ചിലവാക്കി സുഖമായി കഴിയാനുമൊക്കെ ആകും. തുലാക്കൂറിൽപ്പെട്ട ചിത്ര നക്ഷത്ര ജാതരെ പറ്റി ചിന്തിച്ചാൽ അവർക്ക് ശനി അനുകൂലമാണെന്ന്, വ്യാഴവും വളരെ അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ തുലാക്കൂറുകാർ പെട്ട ഈ ചിത്ര നക്ഷത്ര ജാതർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അവർക്ക് 2026 ജൂൺ വരെയും വളരെ അനുകൂലമാണ് സമയം. അത് വേണ്ട രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആവർത്തിച്ചുണ്ടായ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയ നിരാശയും ആത്മവിശ്വാസക്കുറവുമൊക്കെ അകറ്റാൻ സമയമായി എന്നറിയണം. തുടക്കത്തിൽ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലിയും ജോലി സ്ഥാനക്കയറ്റവും ലഭിക്കും. കിട്ടില്ല എന്ന് ധരിച്ചിരുന്ന പണം ലഭിക്കും. ശമ്പള കുടിശ്ശിക ലഭിക്കും. വ്യവഹാരങ്ങളിലൊക്കെ വിജയിക്കും. അതുവഴി വസ്തു, പണം ഇവ ലഭിക്കും. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരം, പ്രശസ്തി, അംഗീകാരം, അവാർഡ്, ആത്മവിശ്വാസം ഒക്കെ ഉണ്ടാവും എന്നറിയണം. എല്ലാ കാര്യങ്ങളിലും മുന്നോട്ടിറങ്ങണം. കാര്യങ്ങളിൽ ആദ്യം തടസ്സം നിന്നാലും വിജയിക്കും. അവിചാരിതമായി ഉന്നതനായ ഒരു വ്യക്തിയുടെ സഹായ നേട്ടം കൊണ്ടുതരും. പ്രണയവും വിവാഹവും ഉണ്ടാകാൻ സാധ്യത. കുടുംബത്തിൽ നിന്ന് വസ്തു, വീട്, പണം ഇവ ലഭിക്കുവാൻ ഭാഗ്യം. 2026 ജൂൺ വരെയുള്ള സമയമാണ്. 2026 ജൂണിന് ശേഷം ഇവർക്ക് വ്യാഴം കർമ്മത്തിലോട്ട് വരികയാണ്. അതായത് 10ൽ വ്യാഴം വരുന്നു. അത് അത്ര അനുകൂലമല്ല. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾക്കൊക്കെയാണ് സാധ്യത. വ്യാഴനെ പ്രീതിപ്പെടുത്തുകയാണ് മാർഗം. വ്യാഴനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വേണ്ട വഴിപാടുകളും വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസവുമൊക്കെ നിവേദിച്ച് വ്യാഴപ്രീതി വരുത്തിക്കൊള്ളുക. ഓരോരുത്തരും ജാതകവശാൽ അനുഭവിക്കുന്ന ദശാനാഥനെയും അപഹാരനാഥനെയും ഒക്കെ മനസ്സിലാക്കി അതത് ദശാനാഥനെയും അപഹാരനാഥന്മാരെയും ഒക്കെ പ്രീതിപ്പെടുത്തി കുടുംബക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുമൊക്കെ നടത്തി 2026 അനുകൂലമാക്കുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നന്ദി, നമസ്കാരം.